അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ്. ഞാൻ എണീറ്റ് വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. എൻ്റെ അമ്മ ഇവിടെ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്, തലേന്നത്തെ അയലക്കറി ചൂടാക്കുന്നുണ്ട്, കൂടാതെ ചെറുപയർ കറി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മാക്സിമം ഇവിടുന്ന് നേരത്തെ എണീക്കാൻ നോക്കാറുണ്ട് കേട്ടോ. എന്നാലും പുതുക്കോടത്തെ വീട്ടിൽ നിന്ന് എണീക്കുന്ന കാട്ടിയും കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ എണീക്കാറ് കേട്ടോ. ഞാൻ നേരം വൈകി എണീറ്റിട്ട് എനിക്കെൻ്റെ പണിയാണ് ഞാൻ നേരം വൈകി എണീറ്റുക. കാരണം ഞാൻ എണീറ്റ് കഴിഞ്ഞ് എൻ്റെ പണികളൊന്നും തീർത്തിട്ടില്ല വെച്ചാൽ എന്നെ ഒരു ഭാഗത്ത് ഇരിക്കുക എൻ്റെ മക്കൾ സമ്മതിക്കില്ല. അപ്പം എൻ്റെ പണികളൊക്കെ തീർത്താൽ എനിക്ക് അവരെ കാര്യം നോക്കാമല്ലോ. അങ്ങനെ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ നോക്കിക്കോളൂ കേട്ടോ, അവർക്ക് ഫുഡ് കൊടുക്കേണ്ടതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കായിരുന്നു കേട്ടോ. നല്ല അയലക്കറിയും ചെറുപയർ കറിയും ഒക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് ഞാനുണ്ടാക്കുന്ന കറികളും ചായക്കടികളും ഒക്കെ അല്ലേ ഞാനെന്നും കഴിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അമ്മ ഉണ്ടാക്കുന്നത് അതിലും വേറൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ചായ കുടിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ സെറ്റ് സാരി എടുത്തൊക്കെ നോക്കി. ഇന്നത്തെ പിന്നെ ഒരു കാര്യം, ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളൊരു ഓണം ഫോട്ടോഷൂട്ടിന് പോവുകയാണ് കേട്ടോ കോട്ടയം അമ്പലത്തിൽ. അത് എന്താണ്, ഫോട്ടോഗ്രാഫർ വെച്ചിട്ടൊന്നല്ല എടുക്കണത്, ഞങ്ങൾ തന്നെ ഫോട്ടോയിൽ എൻ്റെ ഫോണിൽ തന്നെ എടുക്കണത്. അങ്ങനെ ഞാനും പൊന്നും ഏട്ടനും കൂടിയാണ് കേട്ടോ പോണത്. സാരി ഉടുക്കാനൊന്നും എനിക്കറിഞ്ഞൂടാ. എത്ര നോക്കിയിട്ടും ശ്രമിച്ചിട്ടും പഠിക്കാത്തൊരു കാര്യമാണ് ഈ സാരി ഉടുക്കൽ. എനിക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വയറുള്ളതുകൊണ്ട് ഒരു സുഖം ഉണ്ടാവില്ല സാരി ഉടുത്താൽ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ടോ. ഞാൻ ഏട്ടന് ചായയൊക്കെ കൊടുത്ത്. റിനിമോള് പിന്നെ ഏട്ടൻ ചായ കുടിക്കുമ്പോൾ വേഗം മടി കയറി കുത്തിരിക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് വേഗം പൊന്നു മാറ്റി. ഇത് അവളുടെ എൻഗേജ്മെൻറ്റിൻ്റെ, അതായത് അവിടെ നിന്ന് ഇട്ട, ഞങ്ങൾ ചെന്ന് മാറ്റിക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇട്ട ഡ്രസ്സാണ്. സംഭവം നല്ല രസമുണ്ട്. അവളതാണ് ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്കാണ് ഇട്ടത്. ഇവിടെ തീരെ ക്ലിയർ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അത്ര നിറമില്ലാത്തതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ഇരുണ്ടടക്കുകയും മുഖം. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് മാറി നിന്നാണ്. ഇത് പൊന്നൂൻ്റെ സെറ്റ് സാരിയാണ്. ഏട്ടനെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പൊന്നും മുല്ലപ്പൂവൊക്കെ വയ്ക്കുകയാണ്. ഞങ്ങൾ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ അങ്ങനെ നിങ്ങളെപ്പോഴാണ് പോണത്, പൊയ്ക്കോളി, വേഗം പൊയ്ക്കോളി, പിള്ളേർ ഇവിടെ കരയും, നിങ്ങൾ പോയിട്ട് എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അമ്മ അങ്ങനെ ഞൊടിയുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ റിത്തൂസിന് കൂടെ പോരണം. ബൈക്കിന് മിനിമം 3 ആക്കെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനല്ലേ പറ്റുള്ളൂ. റിത്തൂസിനും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. റിത്തൂസ് ഭയങ്കര കരച്ചിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൂക്കോട്ടൊക്കെ എടുത്ത് സഞ്ചിയിലാക്കി. ചേച്ചി സഞ്ചി എടുക്കല്ലേ, ഞാൻ പിടിക്കുന്നത് എടുക്കല്ലേ എന്നാട്ടാ പൊന്നു പറയണത്. സഞ്ചിയൊക്കെ ബാക്കിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഓള് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലേടി, സഞ്ചിയല്ലേ, ഇതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടയിലെത്തിയേ. നമ്മളെ കോട്ടക്കടവ്, നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോകാനുള്ളത്. ഞങ്ങളെ വീടിൻ്റെ മേലെ നോക്കിയാൽ ഈ അമ്പലം കാണാം കേട്ടോ. ഏറ്റവും മേലെയുള്ള ക്ഷേത്രം നല്ല ഭംഗിയാണ് കേട്ടോ ഈ അമ്പലം കാണാൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ കുരങ്ങന്മാർ, എപ്പോഴും കുരങ്ങന്മാരുണ്ടാവും. കുരങ്ങന്മാരെ കൊണ്ടൊരു തല്ലാണ് ഇവിടെ. അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. ചെന്ന് നോക്കിയപ്പോൾ ഫുൾ ഫോട്ടോഷൂട്ട്, എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ട്. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും മടി ഉണ്ടായിട്ടില്ല കേട്ടോ. ആരും ഇങ്ങനെ നോക്കി നിൽക്കില്ല. എല്ലാവരും അവരവരുടെ ഫോട്ടോഗ്രാഫറെ വെച്ച് എടുക്കുന്നവരുണ്ട്, അല്ലാതെ ഫോണിലെടുക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾ ഓരോ കടവ് പോയി നോക്കുക കേട്ടോ, ഞങ്ങൾക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ എല്ലാ കുളക്കടവിലും ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല കോലത്തിലായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പൊട്ട് പോയി. അങ്ങനെ പൊന്നൂൻ്റെ പൊട്ട്, ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ പൊന്നൂൻ്റെ പൊട്ട് ഞാൻ തൊടും, പിന്നെ ഓള് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ പൊട്ട് ഓക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ പോയി വരുമ്പോൾ പിന്നെ ജ്യൂസൊക്കെ വാങ്ങിച്ച് മക്കൾക്ക്. അപ്പോഴേക്കും ഇവിടെ പൊന്നൂൻ്റെ വീട്ടിൽ നിന്ന് TV കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ ആൾ വന്ന് അതൊക്കെ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ 4 ആളും കൂടെ ഉള്ളൊരു ഓണം ഫോട്ടോഷൂട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ സെറ്റ് ചെയ്യുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കുടിരിക്കലുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും പൊന്നും പോയിട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് വേഗം പുതുക്കോടേക്ക് പോവുകയാണ്. ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.